അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു പായസം ആയാലോ. ഇതിന് ചവരി പായസം എന്നാണ് ഇതിന് ഞങ്ങളൊക്കെ പറയണത്. ഇതിന് വേണ്ടത് ഒരു പൈനാപ്പിള്, പിന്നെ ഈ കപ്പിൽ 1.5 കപ്പ് ചവരി, പിന്നെ ഞാനിപ്പോൾ ഇത് പഞ്ചസാരയാണ്, ഇത് 3/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഉള്ളാതെ നമുക്ക് മധുരം അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് 1 ലിറ്റർ പാല്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചൂടോടുകൂടി കുടിക്കുന്ന പായസമല്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കേണ്ട പായസമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ഏത് ഫംഗ്ഷൻ എന്താ ആവശ്യമുള്ളത് അതിൻ്റെ തലേന്ന് തന്നെ ഈ പായസം ഉണ്ടാക്കി വെക്കണം. കുക്കറിൽ വെച്ചിട്ട് ചവരി വേവിക്കാൻ പോണത്. കുക്കറിൽ വെക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം തിളച്ചിട്ട് വേണം ചവരി ഇടാൻ. പണ്ടൊക്കെ അടപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെയാണ് ഇടാറ്. ഇപ്പോൾ ഇതൊരു ഈസി മെത്തേഡ് എനിക്ക് എൻ്റെ ഇത്ത പറഞ്ഞു തന്നതാണ്. നമുക്കിന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ ചെത്തിയെടുക്കണം. പൈനാപ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല കുഞ്ഞായിട്ട് ചെത്തിയെടുക്കണം കേട്ടോ. അത് നമുക്ക് പഞ്ചസാരയിൽ വിളയിക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല നേരിയതായിട്ട് ചെത്തിയെടുക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഈ ചവരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിട്ടതിന് ശേഷം ഒരു വിസിൽ. ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ പാല് തിളച്ച് തുടങ്ങിയിട്ടാ. അപ്പോൾ നമുക്കിനി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഒരു ടിൻ മിൽക്ക് മെയ്ഡ് മൊത്തം ആഡ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. മിൽക്ക് മെയ്ഡ് അടി പിടിക്കും. ഇനി ചവരി തിളപ്പിക്കാൻ വെച്ച കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതുകൊണ്ട് അടുപ്പത്തുനിന്ന് മാറ്റിയാണ്. ഇനി ആ അടുപ്പിൽ തന്നെ നമുക്ക് പൈനാപ്പിൾ വിളയിക്കാൻ വെക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ചീനച്ചട്ടിയിലേക്ക് ഇടാം. പഞ്ചസാര ഇപ്പോൾ തന്നെ ഇടരുത് കേട്ടോ. ഇതിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും. ആ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ പഞ്ചസാര ഇട്ടാൽ മതി. ഈ പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 3/4 കപ്പ് പഞ്ചസാര കുറച്ച് ഞാൻ മാറ്റിയാണ്. കാരണം അത് മൊത്തം ഇടണ്ട, നല്ല മധുരമുണ്ട് പൈനാപ്പിളിന്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ചവരിയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചൊന്ന് കഴുകിയെടുക്കണം. അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് പൈപ്പിൻ്റെ അടിയിലൊന്ന് ചവരി ഒന്ന് കഴുകിയെടുക്കണം. ഇങ്ങനെ ആയി കിട്ടും. മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് സ്വല്പം ഉപ്പിടാം. ഇത് മൊത്തം ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഇനി നമ്മുടെ ചവരി ഇട്ട് കൊടുക്കുക. കാരണം പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പകുതി ഇടാം കേട്ടോ. വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ഫുള്ളായിട്ട് ഇട്ടാൽ മതി. ഈ സമയത്ത് തന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ച ഈ 3/4 കപ്പ് മൊത്തം ഇടണില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, പൈനാപ്പിൾ നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വല്പം മാറ്റി വെക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഇടാമല്ല. ഇത്രയും പഞ്ചസാര ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി ഇത് നല്ലോണം വിളയിക്കുകയാണ്. നല്ല പൈനാപ്പിൾ ജാമിൻ്റെ മണം വരും ഇത് നല്ലോണം. അതാണ് അതിൻ്റെ ഒരു പരിധി. ബാക്കിയുള്ള ചവരിയും കൂടെ അങ്ങോട്ട് ഇടണം കേട്ടോ. കാരണം വേണം, അത് ഇളക്കണം കേട്ടോ. ഇത് ഇപ്പോൾ ലൂസായിരിക്കും, പക്ഷേ കുറച്ച് നേരം തണുത്ത കഴിയുമ്പോൾ ഇത് നല്ലോണം തിക്കായിക്കോളും. അതുകൊണ്ട് വെള്ളം പോലെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് തിക്കാവും. ഈ ചവരി ഒന്നും കൂടി വീർക്കും. ഇനി നല്ലോണം തിളക്കണത്.
പാല് നല്ലോണം തിളച്ച് ഇത് ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഒന്നും കൂടി തിക്കാവും തണുത്ത് കഴിയുമ്പോൾ. ആ സമയത്ത് തന്നെ നമ്മുടെ പൈനാപ്പിളും നല്ലോണം വിളഞ്ഞു വന്നിട്ടുണ്ട്, അതും ഓഫ് ചെയ്യാം. ഇനി ഇത് രണ്ടും വേറെ വേറെ പാത്രത്തിൽ നമുക്ക് ആറ്റാൻ വെക്കണം. ഒരിക്കലും ഇത് ചൂടോടുകൂടി മിക്സ് ചെയ്യരുത്, പാല് പിരിഞ്ഞു പോവും. അതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫാൻ്റെ അടിയിൽ വെച്ച് ചൂടാറ്റാം. അതേ ഫാൻ്റെ അടിയിൽ വെച്ച് ചൂടാറ്റാണ് കേട്ടോ. ഇതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ നമുക്കതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ പൈനാപ്പിൾ ഈ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ഇടാൻ പോവുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഈ പൈനാപ്പിൾ വിളയിച്ചതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഭാഗം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കാൻ ഇവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട്. ഇനി ടേസ്റ്റ് പറയാട്ടാ. നല്ലതാണോ? ഞാൻ നേരത്തെ ഒരു 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തില്ലേ, അത് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു പഞ്ചസാര ആഡ് ചെയ്തില്ല. പിന്നെ ഉള്ളത് മിൽക്ക് മെയ്ഡിൻ്റെ മധുരമാണ്. എന്നാലും കറക്റ്റാണ് കേട്ടോ മധുരം. ഇനി വേറെ മധുരത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഈ ഓണത്തിനൊന്ന് ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറയണേ.